everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്യൂട്ടോറിയലും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. അലീന ഷ്മിറ്റ്സ് എന്ന് പറയുന്ന ഒരാളുടെ ചാനലാണ് കണ്ടത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഹീറ്റ്ലെസ് കേൾസ് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കണ്ടത്. അപ്പം അത് ചെയ്ത് നോക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയില്ല. പിന്നെ ഈ ഇടയ്ക്ക് പിന്നെയും ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇന്ത്യൻ യൂട്യൂബർ അതേ ഹീറ്റ്ലെസ് കേൾസ് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും അത് വർക്കാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എല്ലാ ഹെയർ ടൈപ്പിനും അത് വർക്കാവണം എന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അവരുടെ ഹെയർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ഹെയറിലൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. അപ്പം റിസൾട്ട് അറിയണമെന്നില്ല, ഈ വീഡിയോയുടെ അവസാനം വരെ കാണണം. അപ്പം വെളിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 11:16 അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് ഉറങ്ങാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ദെൻ ഫർദർ adu, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെൻട്രൽ പാർട്ടിങ് എടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചീക്ക് കൊടുക്കണം. ഓക്കെ, ശരിക്കുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുമെങ്കിൽ ഞാൻ താഴെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കുക. നിങ്ങൾ ഡയറക്റ്റായിട്ട് കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം സെൻട്രൽ പാർട്ടിങ് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സെൻട്രൽ പാർട്ടിങ് എടുക്കാൻ ഇഷ്ടമല്ല, പക്ഷേ ഇത് ചെയ്യാൻ നമ്മൾ സെൻറ്റർ പാർട്ടിങ് എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പം സെൻറ്റർ പാർട്ടിങ് എടുക്കാം. ഇനി നമുക്ക് രണ്ടായിട്ട് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചീക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ ഈ മുടി ഇങ്ങനെ കാണുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ വെട്ടിയിട്ടേക്കാണെന്ന്. ശരിക്കും ഇത് വെട്ടിയിട്ടേക്കുന്നതല്ല. സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി കുറേ കൊഴിഞ്ഞു പോയി. അതിന് ശേഷം വളർന്നു വന്ന മുടിയാണിത്. എൻ്റെ ശരിക്കുള്ള മുടിയാണിത്. ഇത്രയും വളർന്നെത്തി. ഒരു വർഷം കംപ്ലീറ്റായി. കഴിഞ്ഞ മാർച്ച് ചെയ്തു. ഇപ്പോൾ ഒരു വർഷം കംപ്ലീറ്റായി. ഇത്രയും വളർന്നു ഒരു വർഷം കൊണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ സെറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ശരിക്കും സെറം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം എൻ്റെ മുടിയിൽ ഞാൻ വേറൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഷാമ്പു ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മതിയാവും. കണ്ടോ, ഇത്രയും ഭാഗത്ത് കട്ടിയുണ്ട്, താഴോട്ട് വരുമ്പോഴത്തേക്കും കോഴി പോലെ. ഓക്കെ, നമ്മളിപ്പോൾ സെറം അപ്ലൈ ചെയ്തു. അതിന് ശേഷം നമുക്ക് വേണ്ടതൊരു തുണിയാണ്. ഇത് ഇങ്ങനത്തെ തുണി. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ തുണി ഉണ്ടെങ്കിൽ ഹാൻഡ് കർച്ചീഫ്, നല്ല വലിയ ഹാൻഡ് കർച്ചീഫ് ഇല്ലേ, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു ക്ലോത്ത് വേണം ഇതുപോലത്തെ. കുറച്ചുകൂടെ നീളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു തുണി എടുത്തതാണ്, നമുക്ക് നോക്കാം. പക്ഷേ ഇതിന് അത്ര കട്ടിയില്ല. നമുക്ക് ഇത് വെച്ചിട്ട് കെട്ടി നോക്കാം. എങ്കിൽ ആ കേൾസ്, വലിയ കേൾസ് കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ കട്ടി കൂടിയ തുണി ഉണ്ടെങ്കിൽ വലിയ കേൾസ് കിട്ടുമല്ലോ. നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഇതിവിടെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിലിപ്പം ബട്ടർഫ്ലൈ ക്ലിപ്പ് ഇങ്ങനത്തെ ക്ലിപ്പുകളൊന്നും ഇല്ല, കാണാനില്ല. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതവിടെ ഒന്ന് ഇരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ പിന്ന് വെച്ചിട്ട് പിൻ ചെയ്യണേ. ഓക്കെ, സംഭവം ഇരുന്നു. നമുക്ക് ഒരെണ്ണോട് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം, ഇളകി വരാതിരിക്കുള്ളൂ. അവസാനം നമുക്ക് ഇളകി കളയാം. ഇപ്പോൾ തൽക്കാലം അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഇവിടെ നിന്ന് ഒരു പാർട്ടെടുത്ത് ഓക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടാം. ഓക്കെ, എന്നിട്ട് അടുത്ത പാർട്ടെടുത്ത് നേരത്തെ പാർട്ടോട് കൂട്ടിച്ചേർത്താം കേട്ടോ. ഇത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. ഇനി അടുത്ത പാർട്ട് എടുക്കുമ്പോൾ ഇവിടെ നിന്നുള്ള മുടി കൂടെ അതിൽ കൂടെ ചേർത്തിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചുറ്റിയിട്ട് വേണം ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ. അതിലങ്ങനെ ചെയ്തേക്കണം, നമുക്ക് അതുപോലെയാണ് ചെയ്യാം. നല്ല നല്ല ഇറുക്കി വെക്കണം കേട്ടോ. എന്താ പ്രശ്നമെന്നറിയോ, ഇതിന് നീളമില്ല. അപ്പോൾ നമുക്ക് മറ്റേത് തന്നെ വെക്കാം അല്ലേ.
ഇത് തന്നെ വെച്ച് കെട്ടി നോക്കാം. ഓക്കെ, ഇളക്കി ഒന്നുകൂടെ കെട്ടണോ? എനിക്ക് വയ്യ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഏകദേശം ഇങ്ങനെയൊക്കെ എത്തി. പക്ഷെ ശരിക്കും അവർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ശരിക്കും ഇറുകിയാണ് ഇരിക്കുന്നത്. എൻ്റെ മുടിക്ക് ഇത്രയും നീളമുള്ളതുകൊണ്ട് ഇത്രയും തുണിയിൽ ഇത് നിൽക്കില്ല. സോ നിങ്ങൾ തുണി എടുക്കുമ്പോൾ കുറച്ചുകൂടെ നീളത്തിലെടുക്കണം. ഇത് ഞാൻ ഈ സൈഡും കൂടെ കെട്ടിയിട്ട് നോക്കണം. ഓക്കെ, സോ ഞാൻ ഈ സൈഡിൽ ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒന്നുകൂടെ കെട്ടി. ഇല്ലേ ഏകദേശം കൊള്ളാമല്ലേ? നല്ല ഹെയർ സ്റ്റൈലല്ലേ? മറ്റേ പണ്ടത്തെ കാർട്ടൂണിൽ പ്രിൻസസിനെ പോലെയൊക്കെ ഉണ്ട്. എനിക്കറിയാൻ വയ്യ ഇത് നാളെ കേൾസ് ആവോ ഇല്ലയോ എന്നൊന്നും. എന്നാലും നമുക്ക് ഇതിങ്ങനെ എന്തായാലും ഇവിടെ ലൂസായിട്ടാണ് കിട്ടിയത്. അപ്പം എന്താ ഞാൻ കെട്ടിയത് വലിയ മിസ്റ്റേക്കും ആയിരിക്കണം. എനിക്കിങ്ങനെ കെട്ടിയിട്ട് ബാക്കിൽ ഇങ്ങനെ വെച്ച് ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കെട്ടി കൊടുക്കാം. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇനി ഇതൊരു 5 to 8 hours വയ്ക്കണം. അപ്പോൾ എന്തായാലും ഒരു 5, 6, 7.5 hours ഒക്കെ നമ്മൾ ഉറങ്ങുമല്ലോ. അപ്പോൾ അത്രയും നേരം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് നാളെ എണീറ്റിട്ട് ഇത് കേൾസ് ആവോ ഇല്ലയോ ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. പക്ഷേ അപ്പോൾ നല്ല മഴയായിരുന്നു. മാത്രമല്ല വെളിച്ചമില്ല, ഇരുട്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എന്നിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 10:59 ഇനിയിപ്പോൾ നമ്മളിത് അഴിച്ചു നോക്കിയിട്ട് എന്തായി എന്ന് നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് സമയം താമസിക്കാൻ നമുക്ക് അഴിച്ചു നോക്കാം. അഴിച്ചു നോക്കുമ്പോഴത്തേക്കും മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താ, ഞാൻ ഇത് കെട്ടിയപ്പോഴേ മുടി ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് അഴിച്ചു നോക്കാം. ഓക്കെ, ഇതെവിടെ നിന്ന് ഇപ്പോൾ തുടങ്ങുക? ഇത് നല്ല കേൾസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. എഫേർട്ട്ലെസ് കേൾസ്. സത്യം പറയാല്ല, ഒരു രക്ഷയില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ഹീറ്റിംഗ് ടൂൾസിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള കേൾസ് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഇനിയും വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇതുപോലെ ചെയ്തിട്ട് കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ പറയാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇത് നേരിട്ട് കാണാൻ കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു സം എക്സ്റ്റെൻറ്റ് കൊള്ളാം. എന്നാൽ ചിലർക്ക് ഇത് ചേരണം എന്നില്ല. പക്ഷേ ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. എന്താ പറയുക, ഒന്നുകിൽ ഇത് നമുക്ക് ചില ഹെയർ സ്റ്റൈൽസ് ആയിട്ട് കെട്ടിയൊക്കെ കഴിക്കാം. പോണിറ്റെയിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അത്രയും വോളിയം കാണും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.